നമുക്ക് അരവിന്ദിന്റെ മക്കളുടെ വരാൻ പോകുന്ന ആഴ്ചയിൽ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണാനായിട്ട് പോകുന്ന ഇനി ഗംഗയുടെയും വിനീതിന്റെയും കല്യാണമാണ്. കുറെ കാലത്തെ വിനീതിന്റെ ആഗ്രഹമായിരുന്നു, കുഞ്ഞുനാളിൽ മുതലുള്ള ആഗ്രഹമായിരുന്നു ഗംഗയുടെ കഴുത്തിൽ താലി ആർത്തുക എന്നുള്ളത്. പക്ഷേങ്കിൽ ഓരോ കാരണങ്ങൾ കൊണ്ട് അതിങ്ങനെ മുടങ്ങി മുടങ്ങി പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഒടുവില് അതിന് വേണ്ടുന്ന ഒരവസരം വന്നെത്തുവാണ്. ജയപാലിന്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് സംഭവ ബഹുലമായ നിമിഷങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു പോകാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, അങ്ങനെ ഒടുവിൽ ഗംഗയെ കെട്ടാനായിട്ട് സിനൂപ് വരുന്നുണ്ട്. പക്ഷേങ്കിൽ സിനൂപ് രണ്ടാം കെട്ടുകാരനാന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ ശാരദ എതിർപ്പ് പറയണം. ആദ്യം കാവേരിയാണ് എതിർത്തത്. ഇതിന് കാവേരിക്ക് സമ്മതമല്ലായിരുന്നു. കാവേരി പറഞ്ഞു എന്ത് വന്നാലും ഇത് സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞു. ഒടുവില് ശാരദയെ വിളിച്ചോണ്ട് പോയിട്ട് കാവേരി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അമ്മേ, ഒന്നുമല്ലേലും ഞങ്ങൾ ഇവിടെ കെട്ടാച്ചേരുക്കളായിട്ട് നിൽക്കണമൊന്നുമില്ല. ഈ പറയുന്ന ഗംഗേച്ചിക്ക് അധികം പ്രായമില്ല, 10-23 വയസ്സല്ലേ ഉള്ളൂ. എന്നിട്ട് അവനെ പോലുള്ള രണ്ടാം കെട്ടുകാരനെ കൊണ്ട് കെട്ടിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞു കുറെ ചീത്ത പറയുന്നുണ്ട്. ജയപാലൻ ശാരദയെ കയ്യിലെടുക്കാൻ ശ്രമിച്ചു, പക്ഷെ അതൊന്നും നടന്നില്ല. ഒടുവില് ജയപാലിന്റെ തനി സ്വരൂപം പുറത്തു വരുവാണ്. കല്യാണം നടക്കില്ല എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ ജയപാലൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിലേ നിന്റെ മോളെ ആര് കെട്ടൂന്ന് എനിക്കൊന്ന് കാണണം. ആര് കെട്ടാൻ വരുന്നതെന്ന് അറിയട്ടെ. എന്ന് വെച്ചാൽ ഇവിടെ ഭൂലോക രംഭയല്ലേ. ആദ്യം ഒരു കല്യാണം മുടങ്ങി, ഇതിപ്പോ രണ്ടാമതാണ് കല്യാണം മുടങ്ങുന്നത്. വന്ന് കയറുമ്പോ തന്നെ ആൾക്കാർ വിചാരിക്കും 2 പ്രാവശ്യം കല്യാണം മുടങ്ങിയപ്പോ എന്തോ ഒരു പ്രശ്നമുണ്ട് ഈ പെണ്ണിന്, ആരും കല്യാണം കഴിക്കാനൊന്നും വരത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ശാരദയ്ക്ക് ഭയങ്കര വിഷമായി. തന്റെ മോളെ കുറിച്ച് എങ്ങനെയൊക്കെ പറയണേ. ശാരദ വിട്ടുകൊടുക്കുവോ? ശാരദയ്ക്ക് പെട്ടെന്ന് വിനീതിന്റെ മുഖം മനസ്സിൽ വന്നേ. വിനീതിന് 100 വട്ട സമ്മതമാണ് ഗംഗേനെ കല്യാണം കഴിക്കാനായിട്ട്, അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് അറിയാം. അപ്പൊ പിന്നെ തന്നെ വെച്ചോണ്ടിരിക്കുന്ന എന്തിനാ, എന്റെ മരുമോന കല്യാണം കഴിച്ചോളൂ എന്ന് പറഞ്ഞു. വിനീത് കല്യാണം കഴിച്ചോളൂന്ന്. അത് കേട്ടപ്പോ ഒരു നിമിഷം ഞെട്ടിപ്പോയി ജയപാലൻ. ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് വിനീതിനെ വന്ന് ശാരദ വിളിച്ചുകൊണ്ട് പോയി കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. മോനെ, ഞാൻ നോക്കിയിട്ട് വേറൊരു വഴി കാണുന്നില്ല. ഈ അമ്മായി പറയുന്ന തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാ നീ ഗംഗയുടെ കഴുത്തി താലി ആർത്തണമെന്ന്. ലോട്ടറി അടിച്ച പോലെ ആയിപ്പോയി വിനീതിന്. വിനീത് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ നിമിഷം വരെ കല്യാണം നടക്കില്ല, അല്ലെങ്കിൽ സിനൂപമായിട്ടുള്ള വിവാഹം നിശ്ചയമല്ലേ. അപ്പൊ പിന്നെ തനിക്കിനി എന്ത് ചെയ്യാൻ പറ്റൂന്നൊക്കെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അങ്ങനെ മരുഭൂമിയും മരുപ്പച്ചാന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് ആ തീരുമാനം വന്നേ. അതറിഞ്ഞു കഴിഞ്ഞപ്പോ വിനീതിന് സന്തോഷമായി. വിനീത് സമ്മതിച്ചു. അമ്മായി എനിക്ക് സമ്മതം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ജയപാലൻ അത് കേട്ട് കഴിഞ്ഞപ്പോ സഹിച്ചില്ല. ജയപാലൻ പറഞ്ഞു, അങ്ങനെയാണെന്ന് നടത്തി കാണിച്ചു തരണം, കാണട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞു വെല്ലു വിളിക്കുമ്പോഴത്തേനും കാവേരി പറഞ്ഞു, അതെ ഞങ്ങൾക്ക് നടത്താനൊക്കെ അറിയാം, നിങ്ങളൊന്ന് പോയി തന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അല്ലെങ്കിലും നീയൊന്നും ഒരു കാലത്തും ഗതി പിടിക്കാൻ പോകുന്നില്ലടി അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ കാവേരിക്ക് നല്ല ദേഷ്യമായി. കാവേരും വെറുതെ വിട്ടുകൊടുത്തില്ല. കാവേരിക്ക് അങ്ങനെ വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല. കാവേരിക്ക് അറിയാം ഈ ജയപാലൻ കാണിക്കുന്നതെല്ലാം മഹാ വൃത്തികേടാന്ന്. കാരണം തന്റെ അച്ഛനെ ഇല്ലാതാക്കിയത് ഇയാൾ ഒറ്റ ഒരുത്തനാന്ന്. അമ്മയും കൂടപ്പുറപ്പുകളും അയാളെ വിശ്വസിക്കുന്നുണ്ടെങ്കിലും തനിക്ക് വിശ്വസിക്കാൻ പറ്റില്ലെന്നുള്ള കാര്യം കാവേരിക്ക് നന്നായിട്ടറിയാം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജയപാലിന്റെ കൈ തട്ടി ആ ഭിത്തിയിലിരുന്നൊരു ഫോട്ടോ താഴേക്ക് ചാടുക. ജയപാലിന്റെ കൂടെ അരവിന്ദനും കൂടെ ഉള്ളൊരു ഫോട്ടോ ആയിരുന്നു. അപ്പം അരവിന്ദൻ മരിക്കുന്നതിന്റെ അന്ന് രാത്രിയിൽ ആ ഫോട്ടോയ്ക്ക് പിന്നിലൊരു കാര്യം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കൂട്ടുകാരനെ പോലെ കൂടപ്പുറപ്പനെ പോലെ കൂടെ നിന്നിട്ട് ചതിച്ചവനെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഡയലോഗ് അത്ര എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഫോട്ടോ അങ്ങോട്ട് താഴേക്ക് വീണു. അപ്പോഴേക്കും ജയപാലൻ എടുത്തു ഇങ്ങനെ നോക്കുവാണ് അത്തരം ഫോട്ടോയിലേക്ക്. അപ്പൊ ഓപ്പോസിറ്റ് ശാരദ നിൽക്കുന്നത്. ശാരദ നോക്കിക്കഴിയുമ്പോ അതിന്റെ പിന്നിലൊരു എഴുത്ത് കണ്ടു. അപ്പൊ ശാരദയുടെ മുമ്പിൽ കൃത്യമായി എഴുത്ത് വരുവാണ്. ഫോട്ടോ ജയപാലന്റെ ഫ്രണ്ടിലാണ്. പക്ഷേങ്കിൽ ശാരദ ആ ബായ്ക്ക് വശത്തെ എഴുത്ത് കണ്ടു. നോക്കിക്കഴിഞ്ഞപ്പോ ഈ എഴുത്ത് കാണുവാണ്. ശാരദ അത് വായിച്ചു. പോരാത്തന്നെ അരവിന്ദന്റെ ഒപ്പും. ശാരദയ്ക്ക് മനസ്സിലായി ജയപാലിന്റെ ചതി എന്താന്ന്. അപ്പം ജയപാലേട്ടൻ ചതിച്ചുകൊണ്ടാണ് അരവിന്ദേണ്ണ ഇങ്ങനെ മരിക്കാൻ കാരണം. അരവിന്ദേണ്ണ അറ്റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായെന്നുള്ള കാര്യം മനസ്സിലായി. സഹിക്കാൻ പറ്റുമോ ശാരദയ്ക്ക്? അത് കണ്ടു കഴിച്ചപ്പോഴത്തേന് ശാരദയുടെ സകല നിയന്ത്രണം വിട്ടു. ശാരദ അവിടെ കിടന്ന് പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോഴാണ് കാവേരിയൊക്കെ ആ കാഴ്ച കണ്ടേ. അവർക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. പിന്നീട് ശാരദ ജയപാലിനെ അടിച്ചിറക്കാനായിട്ട് ഒരുങ്ങുവാണ്. നാണം കെട്ട് ജയപാലൻ അവിടെ നിൽക്കുന്നത്. ശാരദയ്ക്ക് മനസ്സിലായി കാവേരി പറഞ്ഞായിരുന്നു സത്യത്തിലുള്ള കാര്യങ്ങളൊക്കെ. കാരണം ഇയാൾ ഒറ്റ ഒരുത്തനാണ് ഈ കുടുംബം നശിപ്പിച്ചതെന്ന്. കാവേരി പലവട്ടം പറഞ്ഞിട്ടുണ്ട്, അമ്മ അയാളെ വിശ്വസിക്കരുത്, അയാളാണ് ഈ കുടുംബത്തിന്റെ അന്തകനെന്ന്. പക്ഷെ അതൊന്നും വിശ്വസിക്കാനായിട്ട് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അന്ധമായിട്ട് വിശ്വസിച്ചു. കൂടപ്പുറപ്പനെ പോലെ കൂടെ നടന്നിട്ട് ചതിക്കൂന്ന് വിചാരിക്കൂ ആരെങ്കിലും? അതും അരവിന്ദൻ മരിക്കുകയും കൂടെ ചെയ്തല്ലോ. പക്ഷെ ഇപ്പോഴാണ്
ശാരദയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നേ. ഒടുവിൽ അയാൾ നാണം കെട്ട് നിൽക്കുന്നുണ്ടപ്പത്തേനും വിനീതം കൂടി വന്നു. കാരണം വിനീതിനെ കുറെ അധിക്ഷേപിച്ച സിനുവിന്റെ വിവാഹം വന്നു കഴിഞ്ഞപ്പത്തേനും ഇവന്റെ ഒരു മരം മണ്ടനാണ്, എന്തേലും പറഞ്ഞു കൊടുത്താലേ ചെയ്യാൻ അറിയത്തുള്ളൂന്നൊക്കെ. ചെന്നിട്ട് വിനീത് പറഞ്ഞു, ഇത്രയൊക്കെ ആയിട്ട് നാണമില്ലേ നിങ്ങക്ക്, ഇറങ്ങി പോടോ അവിടുന്ന്, നാണം കെട്ട് നിൽക്കാതെ എന്ന് പറഞ്ഞു. കർണത്ത് 10 അടിയായിട്ടാണ് തുള്ളി വരുന്നു. കാവേരി അടിക്കാനൊക്കെ കൈ ഓങ്ങിക്കൊണ്ട് എന്നാ അത്രയ്ക്ക് ദേഷ്യമായിരുന്നു കാവേരിക്ക്. ഒടുവിൽ നാണം കെട്ട് പ്രവീണയും വിളിച്ചു ഭാര്യയും വിളിച്ചോണ്ട് ഇറങ്ങി പോവാണ് ജയപാലന്. ഇതിൽ പോരൊരു അടി ജയപാലിന് കിട്ടാനില്ല. സിനോവും കൂട്ടും ഇറങ്ങി പോവുകയും ചെയ്തു. ഒടുവിൽ ശാരദ വിനീതിനോട് പറഞ്ഞു, മോനെ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ പറയണം. പക്ഷേ രാധമ്മ പറഞ്ഞു, മോനെ നീ ഒരു കാര്യം ചെയ്യുക, അമ്മയോട് കാര്യങ്ങളൊക്കെ ഞാൻ വിളിച്ചു പറയാന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ സുജാതയോട് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു. സുജാതയോട് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും സുജാത അങ്ങോട്ട് വീട്ടിലേക്ക് വരുവാണ്. ഓഹോ, എനിക്കറിയായിരുന്നു ഇതിങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന്. ആർക്കും വേണ്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മോൻ്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ ശ്രമിക്കുന്നില്ലേ? ഇതങ്ങനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നൊന്നുമില്ല. നാണം ഉണ്ടോ നിങ്ങൾക്ക്? നാണം ഉണ്ടോ? നിങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യുവോ? ഒരു കാരണവശാലും ചെയ്യില്ല. എൻ്റെ മോന് നിങ്ങളുടെ മോളെ വേണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ തുള്ളി ചാടുന്നുണ്ട്. രാധമ്മ പറഞ്ഞു, നീ എന്താ സുജാത ഇങ്ങനെ പറയണം? ഒന്നുമില്ലേലും നിന്റെ സഹോദരന്റെ മോളല്ലേ, ആ ഒരു പരിഗണനയെങ്കിലും നീ കൊടുക്കണ്ടെന്ന് ചോദിച്ചു. സഹോദരന്റെ മോള്, ഇവൾക്ക് നേരത്തെ ദുബായിക്കാരനാ മതിയായിരുന്നല്ലോ, ഇപ്പൊ വലിയ കോടീശനെ കണ്ടപ്പം പ്രായം ഒന്നും നോക്കാതെ ആ കൂടെ അങ്ങോട്ട് പോയി. അപ്പൊ 2ാം കെട്ടുകാരനാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അമ്മയും മക്കളും കൂടെ നേരെ പ്ലേറ്റ് മാറ്റിയില്ലേ. എൻ്റെ മോൻ്റെ ഇത് അടുത്ത് നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ ചീത്ത പറയണം. ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല, എൻ്റെ കുക്കിന് ജീവനുണ്ടെങ്കിൽ നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സുജാത പോയി കഴിഞ്ഞപ്പോൾ ശാരദയ്ക്കും മക്കൾക്കും വീണ്ടും സങ്കടമായി. അപ്പോഴേക്കും അവനെ ആശ്വസിപ്പിച്ചു, വിഷമിക്കൊന്നും വേണ്ട അമ്മായി, എന്ത് വന്നാലും ആരൊക്കെ പറഞ്ഞു പറഞ്ഞാലും ഇനി എൻ്റെ പെറ്റമ്മ എന്ന് പറഞ്ഞാലും ഈ കല്യാണം മുടങ്ങാൻ പോകുന്നില്ല. ഗംഗയുടെ കഴുത്തിൽ ഞാൻ താലി ആർത്തുനിന്ന് വിനീത് ഉറപ്പിച്ചു പറഞ്ഞു. എല്ലാവരുടെ അനുഗ്രഹത്തോടുകൂടി ഞാൻ അവളുടെ കഴുത്തിൽ താലി ആർത്തു എന്ന് പറഞ്ഞു. പിന്നീട് വിനീത് വീട്ടിലേക്ക് വന്നു. വിനീത് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും സുജാത ഭ്രാന്ത് പിടിച്ചോണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ഗീതയുണ്ടായിരുന്നു, വിനീതിന്റെ സഹോദരി ഉണ്ടായിരുന്നു. അങ്ങനെ അവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവരമ്പിനും വില്ലിനും അടുത്തില്ല. എന്തൊക്കെ വന്നാലും കല്യാണം നടത്തില്ലെന്നാ വിനീത് പറഞ്ഞു. എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അവളോടൊപ്പം ആയിരിക്കും. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി. നാണം ഉണ്ടോ അമ്മേ? അമ്മ വരുന്ന സമയത്ത് എത്രമാത്രം സഹായിച്ചിട്ടുണ്ട്, എന്നിട്ട് അതൊന്നും മറന്നു പോവരുത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സുജാത പറഞ്ഞു, എടാ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും അങ്ങനെ തന്നെയായിരുന്നു എൻ്റെ ഏട്ടൻ്റെ അടുത്ത്. പിന്നെ എന്നിട്ടാണ് അമ്മ ഇന്ന് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞേ. വിനീതും വിട്ടുകൊടുത്തില്ല. ഓരോ മണിക്കൂർ സമയത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം തന്നെയായിരുന്നു. ഒടുവിൽ സുജാതയ്ക്ക് കീഴടങ്ങേണ്ടതായിട്ട് വന്നു. വിനീത് പറഞ്ഞു, ഇനി അമ്മ സമ്മതിച്ചാലും ശരി സമ്മതിച്ചില്ലേലും ശരി, ഞാൻ അവളുടെ കഴുത്തിൽ താലി ആർത്തും. അത് എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവും. അതിനി ഒരു മാറ്റം വരാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. സുജാതയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കാരണം സുജാതയ്ക്ക് തോന്നി ഇവൻ അങ്ങനെ ചെയ്യൂന്ന്. ഇനിയിപ്പം വിനീതിനൊന്നും നോക്കാനില്ല. ശാരദയൊക്കെ സമ്മതിക്കുകയും ചെയ്തല്ലോ. അതിനുശേഷം വീട്ടിലേക്ക് വന്നിട്ട് കാവേരിയുടെയൊക്കെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്താം. അമ്മയ്ക്ക് സമ്മതക്കുറവൊന്നും ഇല്ലാന്ന് പറയുന്നുണ്ട്. സുജാതയ്ക്ക് തോന്നി സമ്മതിക്കായിരുന്നിട്ടും കാര്യമൊന്നും ഇല്ലല്ലോ. എല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യം തന്നെയായിരുന്നു. പിന്നീട് നിവിൻ വിനീതിനെ കാണാൻ വരുന്നുണ്ട്. വിനീതിനെ കണ്ടിട്ട് കല്യാണക്കാര്യത്തെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. അപ്പോഴേക്കും വിനീത് പറഞ്ഞു, എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല അവൾ എൻ്റേതാകാൻ പോകുകയെന്ന്. ഒരുപക്ഷെ സ്വപ്നമാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ഞാൻ ഒത്തിരി പ്രതീക്ഷയോടെ കാത്തിരുന്ന ഈ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അന്നൊന്നും നടന്നില്ല. പക്ഷെ ഇപ്പോഴെനിക്ക് അറിയാം അവൾ എൻ്റേതാന്നൊക്കെ. ഇത് കേട്ട് കഴിഞ്ഞപ്പം നിവിൻ പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നമുക്ക് വിധിച്ചിട്ടുള്ളതാണെങ്കിൽ നമുക്ക് കിട്ടുമെന്ന്. അങ്ങനെ സ്വപ്നങ്ങൾ നെയ്യാനായിട്ട് തുടങ്ങി വിനീത് ഗംഗയുമായിട്ടുള്ള. കാരണം രണ്ടുപേരും കൂടെ ഒരുമിച്ച് നടക്കുന്നേ പോകുന്നു ഒക്കെ. പക്ഷെ ഇതൊന്നും ഒട്ടും പിടിക്കാത്ത ഒരാളുണ്ടായിരുന്നു, ജയപാലന് ഭ്രാന്ത് പിടിച്ചോലേപ്പേ. വീട്ടിൽ ചെന്നിട്ട് പ്രവീണിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഇതങ്ങനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. എനിക്കറിയാം ഈ ജയപാലൻ ആരാന്ന് ഞാൻ കാണിച്ചു കൊടുക്കാൻ പോകുന്നുള്ളൂ. പ്രവീണ പറഞ്ഞു, വേണ്ട ജയപാലേട്ടാ, വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. വിനീത് കല്യാണം കല്യാണം കഴിക്കട്ടെ. ഇല്ലടി, ഒരു കാരണവശാലും ഈ കല്യാണം നടക്കില്ല, ഞാനിത് മുടക്കുമെന്നും പറഞ്ഞുകൊണ്ട് ജയപാലൻ വെല്ലുവിളിക്കുകയാണ്. പിന്നീട് യമുന കോളേജിലേക്ക് പോണ സമയത്ത് വിശാല് വന്നു. വിശാലുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് വിശാല് പറഞ്ഞു, നിന്റെ അമ്മയും ചേച്ചിമാരും ഒക്കെ എൻ്റെ അച്ഛനെയൊക്കെ നാണം കെടുത്തി അവിടുന്ന് വിട്ടു. എടി, നല്ലൊരു ആലോചനയായിരുന്നല്ലോ വന്ന്, എന്നിട്ട് തട്ടിത്തെറിപ്പിച്ചു. ഇഷ്ടം പോലെ പൈസ ഉണ്ടായിരുന്നു. 2ാം കെട്ടുകാരനാണെങ്കിൽ എന്താ, കോടികളുടെ സ്വത്തുണ്ടായിരുന്നല്ലോ. അപ്പം നിന്റെ ചേച്ചിക്ക് അത് വിധിച്ചിട്ടൊന്നുമില്ല. അപ്പം നീയൊക്കെ ആ വിനീതിനെ പോലെയുള്ള തയ്യൽക്കാരനെ കെട്ടാനായിട്ട് നിന്റെ ചേച്ചി ഒരുങ്ങുന്നേ. കുറെ അധിക്ഷേപിച്ച് കഴിഞ്ഞപ്പോഴത്തേനും യമുനയ്ക്ക് ദേഷ്യം വന്നു. യമുന പറഞ്ഞു, വിശാൽ എന്തൊക്കെ അറിഞ്ഞിട്ടാ പറയണേ? വിശാലിന്റെ അച്ഛൻ ചതിക്കും അതെ ഞങ്ങളെ. ഇതൊക്കെ അറിഞ്ഞിട്ടാണോ എന്നൊക്കെ ചോദിച്ചു. വിശാൽ അതിനേക്കാളും വലിയൊരു ചതിയനാണല്ലോ. യമുനെ എങ്ങനെയെങ്കിലും കറക്കിയെടുത്ത് കാര്യം നടത്തിയിട്ട് ഉപേക്ഷിച്ച് പോകാനായിരുന്നു അവന്റെ തീരുമാനം. വിശാല് പറഞ്ഞു,
നിനക്ക് എൻ്റെ അച്ഛനെ കുറിച്ച് അറിയത്തില്ലാത്തതുകൊണ്ടാ. എൻ്റെ അച്ഛനാണെങ്കിലോ നിങ്ങളുടെ കുടുംബത്തെ എങ്ങനെയാ നോക്കിയത്, എന്നിട്ട് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് കുറെ കുറ്റപ്പെടുത്തുന്നുണ്ട്. യമുനയും വിട്ടുകൊടുത്തില്ല. അതിന്റെ പേര് രണ്ടുപേരും തമ്മിൽ വഴക്കൊക്കെ ഉണ്ടാവുന്നുണ്ട്. പിന്നീട് കല്യാണത്തിലുള്ള സാരിയും ഡ്രസ്സുകളൊക്കെ എടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് വിനീത വരുന്നുണ്ട്. ആ സമയത്ത് ഗംഗ പറഞ്ഞു, ഞാൻ വരുന്നില്ല വിനീതേട്ടാ, നിങ്ങൾ പോയി എടുത്തിട്ട് വരാൻ പറഞ്ഞു. കുറെ തയ്ക്കാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഒടുവില് ഡ്രസ്സ് എടുക്കാനായിട്ട് കാവേരി അവരെല്ലാവരും കൂടെയാണ് പോകുന്നത്. അങ്ങനെ വിനീത ഗംഗയ്ക്ക് ചേരുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ കല്യാണത്തിലുള്ളതൊക്കെ എടുക്കുന്നുണ്ട്. എന്താണെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണമെന്നാണ് ശാരദയുടെ തീരുമാനം. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.